ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാസ്ത ലസാനിയാണ്. പാസ്ത എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എന്നാൽ ആ പാസ്ത കൊണ്ട് നമ്മൾ ലസാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ടേസ്റ്റ്? അമേസിങ് ടേസ്റ്റാണ്. ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കന് പകരം മുട്ട വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പാസ്ത ലസാനിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത് പാസ്ത ലസാനിയ ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കൻ വാങ്ങിച്ചപ്പോൾ അധികം എല്ലില്ലാത്ത പോർഷൻസ് ഒക്കെ എടുത്ത് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഒന്ന് വെച്ച് അതിൻ്റെ എക്സ്ട്രാ ഉള്ള വെള്ളം അങ്ങ് വലിഞ്ഞു പോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തീ കുറച്ച് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി അങ്ങ് നമുക്കൊരു ഫ്രൈ ആയിട്ട് കിട്ടില്ല. ആ സമയത്ത് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് 3 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ വേവിക്കാതെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് ചെയ്യുന്നതാണ്. ഇത് ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരും. അത് മതി. അതായത് ഇപ്പം തന്നെ അത് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് മതി. നമുക്കതൊരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു പാനിലേക്ക് നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പൊക്കെ വെള്ളം ഉണ്ടാകും. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ബാമ്പിനോൻ്റെ പാസ്തയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ചതക്കുകയാണ്. മിക്സിയിലിട്ട് അടിക്കുന്നില്ല. അപ്പോഴത്തേക്കും അങ്ങ് ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകണ്ട. നമുക്കൊരു കഷ്ണങ്ങളായിട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടത്തക്ക വിധത്തിൽ ചതച്ച് കൊടുക്കാം. ഒരു 10-15 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആട്ടോ, അതുകൊണ്ടാണ് അത്ര എടുത്തത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് ആ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. നല്ലൊരു സ്മെല്ല് വരുമല്ലോ, അതുവരെ മതി. അതൊന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാളയാണ് കേട്ടോ. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എടുക്കേണ്ടി വരും. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്രഞ്ചിനെസ്സോട് കൂടി നമുക്ക് എടുക്കാം. നമ്മൾ തക്കാളി വേവിച്ച് വെച്ചത് നന്നായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ തൊലി കളയണമെങ്കിൽ കളയാട്ടോ, ഞാൻ കളയുന്നില്ല. സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. വഴന്നതല്ല, ആ ഒരു നന്നായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു പകുതി കാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് നുറുക്കിയത്. ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ സോട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒറിഗാനോ സീസണിങ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്നും കൂടെ ഒന്നിരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് മതി. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകണമെങ്കിൽ കഴുകാം. ഞാൻ കഴുകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അത് പാകത്തിനാണ് ആയിട്ടുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഫുൾ സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യാം. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത്.
ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തത് മുഴുവനായിട്ടായിട്ടുണ്ട് കേട്ടോ, രണ്ടിനും കൂടെ കണക്കാക്കിയിട്ടാണ് എടുത്തത്. അതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഇനി അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതങ്ങ് കട്ട കെട്ടി പോകരുത്. അതിൽ ആവശ്യത്തിന് അത്രയും ഓയിലും അല്ലെങ്കിൽ ബട്ടറും ഉണ്ടായിരിക്കണം. ഓയിലിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് അതിൻ്റെ ഒരു കളർ മാറി ഒരു ലൈറ്റ് ഒരു ക്രീം കളർ ആയിട്ടുണ്ട്. അത് മതി. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. മൈദ കട്ട കെട്ടാതെ ശ്രദ്ധിക്കണേ. ഓയിൽ ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടിയതുപോലെ ആയിപ്പോൾ, അതുകൊണ്ട് ഓയിൽ കുറഞ്ഞു പോകരുത്. പാലൊഴിച്ചു ഉടനെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം, അവിടെ എവിടെയും കട്ട കെട്ടി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ തിക്കായിട്ടുണ്ട്, അത് മതി. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ തന്നെ ആയാലും മതി, മിക്സഡ് ഹെർബ്സ് ആയാലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുക്കുന്ന ഒറിഗാനോ സീസണിങ്ങിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകാണത്. ചുവന്ന മുളക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്താലും മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇട്ടുള്ളത്, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് തിക്കായി പോകും. ഇത് മതി. ഇതാണ് നമ്മുടെ വൈറ്റ് സോസ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വൈറ്റ് സോസ് പാസ്ത. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം വേറെ വേറെ തന്നെ ഇരിക്കും. കട്ട കെട്ടുമെന്നൊരു പേടിയുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയിരുന്നാലും മതി. ഇട്ട ഉടനെ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഓഫായി കൊടുക്കാം. അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് ഒരുപാടങ്ങ് തിക്കാക്കിയിട്ട് ഓഫാക്കരുത്, കാരണം ഇത് ഇരുന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിളച്ച പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ ക്യൂബ് ഉണ്ടാവുമല്ലോ, അതിലൊരു 2 ക്യൂബ് ഞാൻ ഇട്ടിട്ടുണ്ട്. സ്ലൈസ് ആണെങ്കിൽ 2 സ്ലൈസ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതെല്ലാം കൂടെ മിക്സാക്കി നമുക്കവിടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇത് സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ആ സമയത്ത് നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. സാധാരണ അലൂമിനിയം പാത്രമോ സ്റ്റീലിൻ്റെ ചുറ്റും പാത്രമോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ബട്ടറൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബേക്കിംഗ് ട്രേയിലേക്ക് വൈറ്റ് സോസ് പാസ്ത സെറ്റ് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പാസ്തയുടെ പകുതി അങ്ങ് എല്ലായിടത്തുമായിട്ട് അങ്ങ് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, നല്ല തിക്കായി പോയിട്ടുണ്ട്, കട്ട കെട്ടിപ്പോയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിളച്ച വെള്ളം എടുത്ത് കുറച്ചൊഴിച്ച് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിളച്ച പാലൊഴിക്കാം, തിളച്ച വെള്ളം തന്നെ മതി. എല്ലാം നിരത്തിയിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റെഡ് സോസ്, ചിക്കൻ ഒക്കെ വെള്ളം ഫില്ലിങ് അത് വെച്ച് കൊടുക്കാം. അതിൻ്റെയും പകുതി വെച്ച് കൊടുക്കാതെ. ഇതെടുക്കുന്ന സമയത്തും തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ലസാനി ആയിരിക്കും, നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ക്രീമി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാനേ. മോസറല്ല ചീസോ ഏത് ചീസാണോ കയ്യിലുള്ളത് അതെടുക്കാം. നമുക്ക് ബാക്കിയുള്ള പാസ്ത മുഴുവനായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മളിതുപോലെ റെഡിയാക്കി വെക്കാം. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്തെടുത്തിരുന്നാൽ മതി. നേരത്തെ ചെയ്ത് വെച്ചെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്ലൈസ് ചീസും കൂടെ കഷ്ണമായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ സീസണിങ്ങും ജസ്റ്റ് ഒരു നുള്ള് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. ഒരു നുള്ള് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. ഒന്നുമില്ല, നമ്മുടെ എല്ലാ സംഭവങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നൊരു സെറ്റായിട്ട് കിട്ടണം. അത് മാത്രമല്ല ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പിലല്ലേ വെച്ചിട്ടുള്ളത്, അത് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചീസ് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, അത് മതി.
നമുക്കിങ്ങ് എടുക്കാം. നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. അതാണ് ടേസ്റ്റ്. കൊണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നല്ലൊരു സ്മെല്ലാണ്. പാസ്ത ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാസ്ത തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അതിൻ്റെ കൂടെ ഈ ലസാനിയ മോഡലിലാക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എടുക്കാം. ഇപ്പം കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കഴിക്കാനായിട്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ശരിക്കും ഈ പാസ്ത വാങ്ങാത്തവരുണ്ടെങ്കിൽ അതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ പാസ്തയ്ക്ക് നമ്മളിപ്പം സേമിയൊക്കെ വാങ്ങിക്കില്ലേ, ആ ഒരു റേറ്റൊക്കെ തന്നെയേ ഉള്ളൂ ഇതിന്. ഇത് കുറേ ഉണ്ടാവുകയും ചെയ്യും. നമുക്കിതിപ്പോൾ ഇതിൽ 4 പേർക്ക് ഡിന്നർ കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. എന്താ പറയുക, നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ്. നല്ല ടേസ്റ്റുണ്ട്. ആ പാസ്തയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ്റെ ആ ഒരു മിക്സൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കാണുമ്പോൾ കുറേ പ്രോസസ്സ് ഉള്ള പോലെ തോന്നുമെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുകയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.